ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കലാത്തിയ ചെടിയാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിലൊറ്റ ഒരു കുഞ്ഞു തൈയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 2 കുഞ്ഞു തൈകൾ വന്നപ്പോൾ ഞാനതിനെ മാറ്റി നട്ട് വെച്ചിരിക്കുകയാണ്. സെയിലിനായിട്ടാണ് ഇതും. പിന്നെ അതുപോലെ തന്നെ പുതിയ 2 വെറൈറ്റിയും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിൽ കുറേ കുഞ്ഞു തൈകളുണ്ട്. അതിനെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിയതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ മാർബിൾ പോത്തോസാണ്. അതും കുറച്ച് നാളായി ഞാൻ പ്രൊപ്പഗേഷൻ വെച്ചിരിക്കുകയായിരുന്നു. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് 2-3 ഐറ്റം ഉണ്ട്. പിന്നെ നമ്മുടെ അഗ്ലോണിമ 1-2 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറേ പ്ലാന്റ്സ് ഞാൻ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ആയിക്കഴിഞ്ഞിട്ട് സെയിൽ വീഡിയോ ഇടാമെന്ന് കരുതിയാണ്. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ കുഞ്ഞു തൈകളായിരിക്കും. അല്ലെങ്കിൽ 2 തൈകൾ വീതം മാറ്റി വെച്ച് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ അഗ്ലോണിമ പ്ലാന്റും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ് നഴ്സറി പോയപ്പം. ഇതിലും കുറേ ബ്രാഞ്ചസ് കുഞ്ഞു തൈകളുണ്ട്. അപ്പം അതിനെ മാറ്റി വയ്ക്കണം. ഒരുപാട് വലുതായിട്ടുണ്ട് ഈ മദർ പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു തൈകൾക്ക് വളരാൻ ഇതാവുന്നുണ്ട്. അപ്പോൾ അതിനെ മാറ്റി വയ്ക്കണം. തീരെ കുഞ്ഞു തൈകളല്ല, നല്ല അത്യാവശ്യം വലിപ്പമുള്ള തൈകളായിട്ടുണ്ട്. അതിനെ മാറ്റി വെച്ച് സെയിലിടണം. അപ്പം മഴയായത് കാരണം ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. മഴ പെയ്തപ്പോൾ ഞാൻ നിർത്തി വെച്ചതാണ്. എല്ലാം കവറും നമ്മുടെ കമ്പോസ്റ്റ് മണ്ണുമൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന സമയത്ത് ഇതിൽ പിങ്ക് കളർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നഴ്സറിയിൽ നല്ല ഷെയ്ഡിൽ വെച്ചിരുന്നത് കാരണമാണോ എന്നറിയില്ല. ഞാനിവിടെ ഓപ്പണായിട്ട് നമ്മുടെ ഫ്രണ്ടിലാണ് വെച്ചിരുന്നത്. അപ്പം മഴയായത് കാരണം വെയിൽ കുറവാണെങ്കിലും അതിൽ പിങ്ക് കളർ ഒരുപാട് കയറി വന്നിട്ടുണ്ട്.